നമസ്കാരം. കഴിഞ്ഞ 16 വർഷമായി ജീവിതത്തിലുണ്ടായ ഏറ്റവും വലിയ മാറ്റം എന്താണെന്ന് ചോദിച്ചാൽ മനസ്സുമായി ബന്ധപ്പെട്ട വലിയൊരു പ്രവർത്തനം, ആ പ്രവർത്തനത്തിന് കാരണക്കാരനായ ഗുരുനാഥൻ്റെ, എല്ലാ അർത്ഥത്തിലും ഗുരുനാഥൻ എന്ന് പറയാവുന്ന ഒരു വലിയ മനുഷ്യൻ്റെ മുന്നിലാണ് ഞാനിപ്പോൾ ഇരിക്കുന്നത്. 16 വർഷം മുമ്പ് അദ്ദേഹത്തെ ഞാൻ കണ്ടുമുട്ടി. അദ്ദേഹത്തിൻ്റെ പേര് ഡോക്ടർ പി വിജയൻ എന്നാണ്. മൈൻഡ് പവർ രംഗത്ത് മനസ്സുകൊണ്ട്, മനഃശക്തി കൊണ്ട് എങ്ങനെ ജീവിത വിജയം നേടിയെടുക്കാം എന്ന് പഠിപ്പിക്കുന്ന ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന് ആളുകളെ ഈ 16 വർഷത്തിനിടയിൽ ഈ കേരളത്തിലും അബ്രോഡും ഒക്കെ ആയിട്ട് ലോകമെമ്പാടും സൃഷ്ടിച്ചെടുത്ത ഈ രംഗത്ത് ഏറ്റവും ഒരുപക്ഷെ കുലപതി എന്ന് പറയാവുന്ന ഒരാൾ എന്ന് ഞാൻ പറയും. അത് ഞാൻ പറയുന്നത് മാത്രമല്ല, അത് സത്യവുമാണ്. അദ്ദേഹത്തിൻ്റെ ഈ ഒരു പഠന രീതികൾക്ക് ശേഷം ഞങ്ങളൊക്കെ ജീവിതത്തിലൊരു പ്രതിസന്ധി ഘട്ടത്തിലാണ്. ഞാൻ 16 വർഷം മുമ്പ് ചലച്ചിത്ര രംഗത്ത് പ്രവർത്തിക്കുന്ന സമയത്ത് ഒരു വലിയ പരാജയം, പിന്നീട് ഞാൻ അദ്ദേഹത്തോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുമ്പോൾ ഞാൻ അതിനെ വിജയകരമായി പരാജയപ്പെട്ടു എന്ന അർത്ഥത്തിൽ എനിക്കതിനെ മാറ്റി തീർക്കാനും നോക്കിക്കാണാനും കഴിഞ്ഞത് ഈ ഗുരുനാഥൻ്റെ പാഠ്യ പദ്ധതികളിൽ പങ്കെടുത്തപ്പോഴും അദ്ദേഹത്തെ ഒരു ഫോളോവറായിട്ട് മുന്നോട്ട് പോയപ്പോഴാണ്. എന്നെപ്പോലെ ആയിരക്കണക്കിന് ആളുകൾ ഞങ്ങളോടൊപ്പം ഈ യാത്രയിൽ പങ്കാളികളായിരുന്നു. കേരളത്തിൽ തന്നെ മലയാളികളായിട്ടുള്ള നിരവധി ട്രെയിനർമാരെ, ഒരുപക്ഷെ ഒരു ട്രെയിനിങ് സംസ്കാരം തന്നെ ഉണ്ടാക്കിയെടുക്കാൻ കാരണക്കാരനായ ഒരാളാണ് ഡോക്ടർ പി വിജയൻ. അദ്ദേഹം ഈ വിഷയത്തിൽ മാത്രമല്ല, ലോകമെമ്പാടുമായിട്ട് മനസ്സുകൊണ്ട്, മനഃശക്തി കൊണ്ട് ജീവിത വിജയം നേടുന്നത് എല്ലാ അർത്ഥത്തിലും സാമ്പത്തികവും, സാമൂഹികവും, സാംസ്കാരികവും, അതുപോലെ തന്നെ ആത്മീയവുമായ മുഴുവൻ വിഷയങ്ങളുമായിട്ട് ലോകത്ത് നടക്കുന്ന എല്ലാ തരത്തിലുള്ള അപ്ഡേഷനും, എല്ലാ രംഗങ്ങളിലുള്ള അപ്ഡേഷനും ഉൾക്കൊണ്ടുകൊണ്ട് ആ ഒരു ശാഖയെ ശാസ്ത്രീയമായ പഠനവിധേയമാക്കിയിട്ട് സ്കോളറാണ് അദ്ദേഹം നിയമവിദഗ്ധനാണ്. അദ്ദേഹം പ്രവേശിക്കാത്ത വേദികളില്ല എന്ന് അദ്ദേഹത്തെ ഇരുത്തിക്കൊണ്ട് തന്നെ എനിക്ക് പറയേണ്ടി വരുന്നു എന്ന് പറയുന്നത് സത്യത്തിൽ എനിക്ക് അഭിമാനമുണ്ട് അങ്ങനെ പറയുന്നത്. ഇന്ന് ഡോക്ടർ പി വിജയനുമായിട്ട് ഞാൻ ഏതാണ്ട് ഒരു 3-4 വർഷത്തിന് ശേഷമാണ് ഞാൻ അദ്ദേഹവുമായിട്ട് ഇങ്ങനെയൊരു സിറ്റിംഗ് നടത്തുന്നത്. ഞാൻ അദ്ദേഹത്തിൻ്റെ ട്രെയിനിങ് പ്രോഗ്രാമുകളിൽ ഒരു സഹയാത്രികനായിട്ട് നിരന്തരമായി കൂടെ ഉണ്ടായിരുന്ന ആളാണ്. ജീവിതത്തിൻ്റെ മറ്റു തിരക്കുകൾ കാരണമാണ് മറ്റു കാര്യങ്ങളിലേക്ക് പോകേണ്ടി വന്നതെങ്കിലും ഇന്ന് കണ്ടുമുട്ടുമ്പോൾ, ഇന്ന് ഈ വിഷയവുമായി ബന്ധപ്പെട്ട്, മനഃശക്തി പഠിക്കുന്നതുമായി ബന്ധപ്പെട്ട്, അതിൻ്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഇന്ന് ലോകത്ത് നടക്കുന്ന ഏറ്റവും പുതിയ ഒരുപിടി കാര്യങ്ങൾ നമ്മൾ തുടർച്ചയായി ചർച്ച ചെയ്യാൻ പോവുകയാണ്. ഞാൻ അദ്ദേഹത്തോട് ഒരുപക്ഷെ ചോദിക്കാൻ പോകുന്ന ചോദ്യങ്ങൾ നിങ്ങളൊരുപക്ഷെ മനസ്സിൽ ചോദിക്കാൻ ഉദ്ദേശിക്കുന്ന നിങ്ങളുടെ സംശയങ്ങൾ ആയിരിക്കാം. ഒരുപക്ഷെ ആ ചോദ്യങ്ങൾക്കെല്ലാം കൃത്യമായ ഉത്തരം അദ്ദേഹത്തിന് ഏത് വിഷയത്തെ സംബന്ധിച്ചാണെങ്കിലും കൊടുക്കാൻ കഴിയുന്ന ഒരു വലിയ സ്കോളറാണ് അദ്ദേഹം. പാണ്ഡിത്യമുള്ള ആളാണ്, എല്ലാ മതങ്ങളിലും പാണ്ഡിത്യമുള്ള ഒരാളാണ്. അങ്ങനെ നോക്കുമ്പോൾ, അത്തരമുള്ള ഒരാളുടെ മുന്നിലിരിക്കുമ്പോൾ എനിക്ക് കുറേയും കൂടെ അഭിമാനമുണ്ട്. ഇത് എൻ്റെ ഗുരുനാഥനാണ് എന്ന് പറയുന്നതിൽ. നമസ്കാരം ഡോക്ടർ. നമസ്കാരം ഡോക്ടർ. ഞാൻ ഇങ്ങനെ ഒരു വലിയ ഇൻട്രൊഡക്ഷൻ പറയാനൊരു കാരണം എന്ന് വെച്ചാൽ ഇതെൻ്റെ ഹൃദയത്തിൽ നിന്ന് വന്നിട്ടുള്ളൊരു ഇൻട്രൊഡക്ഷനാണ്. അക്ഷരാർത്ഥത്തിൽ, എല്ലാ അർത്ഥത്തിലും എൻ്റെ ഭാര്യ എപ്പോഴും പറയാറുണ്ട്, 16 വർഷം മുമ്പ് എൻ്റെ ദൈവമേ വിജയ് സാറിൻ്റെ അടുത്ത് പോയില്ലായിരുന്നെങ്കിൽ ഈ മനുഷ്യൻ്റെ സ്ഥിതി എന്താകുമായിരുന്നു. എല്ലാ കാര്യങ്ങളും ഡോക്ടറിനോട് പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്. റോബിൻ, ഒരുപാട് കാര്യങ്ങൾ റോബിന് വലിയ കഴിവുകളുണ്ട്, പക്ഷെ എന്നാലും ഒരു വിചാരിച്ച പോലെ ഒരു വലിയ സക്സസ് റോബിൻ എന്തുകൊണ്ടാണ് ഉണ്ടാവാത്തത്? ഒരുപക്ഷെ വരുമായിരിക്കും എന്ന് ഡോക്ടർ എപ്പോഴും പറയും. ഞാനത് അനുഭവിക്കുന്നുണ്ട്, എൻ്റെ ജീവിതത്തിൽ അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പലപ്പോഴും ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്ന പ്രധാനമായിട്ടുള്ള ഒരു ചോദ്യം ഈ വിഷയവുമായി ബന്ധപ്പെട്ട്, മനഃശക്തിയും ട്രെയിനിങ് മേഖലയുമായി ബന്ധപ്പെട്ട ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ ആളുകൾ ചർച്ച ചെയ്യുന്ന ഒരു കാര്യമാണ്. ലോകത്തുനിന്ന് നടക്കുന്ന ഏറ്റവും വലിയ സ്കാം എന്ന് പറയുന്നത് ട്രെയിനിങ് മേഖലയുമായി ബന്ധപ്പെട്ടാണ് എന്ന് പൊതുവായിട്ടുള്ളൊരു ചർച്ചയുണ്ട്. അതിൻ്റെ സത്യാവസ്ഥയെക്കുറിച്ചൊക്കെ ഒരുപക്ഷെ എന്നേക്കാൾ വളരെ ഭംഗിയായിട്ട് ഡോക്ടർക്ക് പറയാൻ കഴിയും. ഒരു ലോകം മുഴുവൻ യാത്ര ചെയ്യുന്ന ഒരാളെന്ന നിലയ്ക്ക് പറയാൻ തീർച്ചയായിട്ടും കഴിയും. നമുക്ക് ഒരുപാട് ട്രെയിനർമാരുണ്ട്, നല്ല ട്രെയിനർമാരുണ്ട്, മോശം ട്രെയിനർമാരെന്ന് പറയാനും പറ്റില്ല. എക്സ്പീരിയൻസ് കൊണ്ട് കുറവുള്ള ട്രെയിനർമാരെന്നേ പറയാൻ പറ്റുള്ളൂ. അവർ ചെയ്യുന്നതെല്ലാം നന്മയുടെ വഴിയിലൂടെയാണല്ലോ ആളുകളെ കൊണ്ടുവന്നത്. ഈ വിഷയത്തിൽ തുടങ്ങിയിട്ട് നമുക്ക് മനഃശക്തിയെക്കുറിച്ച് സംസാരിക്കാമെന്ന് തോന്നുന്നു. ആക്ച്വലി ഇതൊരു, ശരിക്കും പറഞ്ഞാൽ ഇതൊരു തെറ്റിദ്ധാരണയാണ്, ഇങ്ങനെ ഒരു വലിയ സ്കാം നടക്കുന്നു എന്നുള്ളത്. എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, ആന്റണി റോബിൻസ് ആണ് ലോകത്തിലെ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഒരു ട്രെയിനർ. അതെ. അദ്ദേഹത്തിന് 292 എംപ്ലോയീസ് ഉണ്ട്. വലിയ പ്രസ്ഥാനമാണ്. അത് US അത്രയും പേരുടെ സാലറി ഒന്ന് ചിന്തിച്ച് നോക്കണം. 292 എംപ്ലോയീസ് ഉണ്ട്. 500-ലധികം കോച്ചസ് ഉണ്ട്. 500-ലധികം കോച്ചസ് ഉണ്ട്. അപ്പോൾ അദ്ദേഹം കൂടുതലും അദ്ദേഹത്തിൻ്റെ ഒരു കോച്ചിങ്ങിലേക്കാണ്, കുറച്ച് ക്ലാസ് എടുക്കും, പിന്നെ കോച്ചിങ്ങിലേക്കാണ് വരുന്നത്. ക്ലിൻ്റന് പോലും കോച്ചിങ് കൊടുത്തിട്ടുള്ള മനുഷ്യനാണ്.
ഓ, ആ ഇന്ത്യയിലെ തന്നെ ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ എമർജിങ് ആയിട്ടുള്ള പല പൊളിറ്റീഷ്യനും കോച്ചിങ് കൊടുത്തിട്ടുള്ള. അപ്പോൾ ഞാൻ സാന്ദർഭികമായിട്ട് ഒരു ചോദ്യം ചോദിക്കട്ടെ. ഈ കോച്ചിങ്ങും ട്രെയിനിങ്ങും തമ്മിൽ വ്യത്യാസമുണ്ടല്ലേ? കോച്ചിങ് എപ്പോഴും 1 to 1 ആണ്. ട്രെയിനിങ്ങിനകത്തെന്ന് പറഞ്ഞാൽ നമുക്കൊരു സിലബസ് ഉണ്ട്. ആ സിലബസ് തീരുന്നവരെ എടുക്കും. അപ്പോൾ ആ സമയത്ത് കോച്ചിങ്ങിൽ വരുമ്പം ഇപ്പോൾ റോബിന് ആയിട്ട് ഞാനിങ്ങനെ നോക്കിയിട്ട് റോബിനൊരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യത്തിൽ കൊണ്ട് എത്തിക്കാനായിട്ട് അപ്പോൾ അതിനെന്തെല്ലാം തടസ്സങ്ങളുണ്ട്, അഡീഷണൽ എന്ത് നോളജ് വേണം. അല്ല എൻ്റെ കയ്യിലുള്ള സിലബസ് മുഴുവൻ പഠിക്കണ്ട. ഓക്കെ, ഒരു വലിയ ബിസിനസ്മാൻ ആണെങ്കിൽ ബിസിനസ് കോച്ച് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ബിസിനസ്സിന് വേണ്ട സാധനങ്ങൾ മാത്രമേ ഇയാളിൽ ഫീഡ് ചെയ്യത്തുള്ളൂ. ഓ, എല്ലാം കൂടെ തലയിൽ വെച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല. അയാൾക്ക് വേണ്ടത് മാത്രം. അതെ. അപ്പോൾ ഈ കോച്ചസ് പ്രധാനമായിട്ട് ഇയാളുടെ ലക്ഷ്യം എന്താണ്, കോച്ചിൻ്റെ ജോലി. ഇപ്പോൾ ഒളിമ്പിക്സിലെ കോച്ചാണെങ്കിലും ശരി, ക്രിക്കറ്റിലെ കോച്ചാണെങ്കിലും ശരി, ബിസിനസ് കോച്ചാണെങ്കിലും ശരി, പേഴ്സണൽ കോച്ചാണെങ്കിലും ശരി, നമുക്കൊരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യത്തിൽ പെട്ടെന്ന് എത്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ടാർഗറ്റ് ചെയ്യുന്ന ആ ഡെഡ് ലൈനിന് മുമ്പ് അവരെ എത്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ കോച്ചിനെ എടുക്കുന്ന നമുക്ക് എപ്പോഴും ലാഭമാണ്. ഓക്കെ, ഞാൻ പറഞ്ഞത് ആന്റണി റോബിൻസിലേക്ക് വന്നാൽ, ആന്റണി റോബിൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് 500-ലധികം കോച്ചസ് ഉണ്ട്. അപ്പം ഞാൻ സാന്റിയാഗോയിൽ അവരുടെ ഓഫീസുമായിട്ടും എല്ലാം ഇടപെട്ടു. അമേരിക്കയിൽ, US അദ്ദേഹത്തിൻ്റെ എല്ലാ ട്രെയിനിങ്ങും ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. മുഴുവൻ അദ്ദേഹത്തിൻ്റെ പ്രോഡക്ട്സ് എല്ലാം അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ഒരിക്കൽ പറഞ്ഞൊരു കാര്യം, പിന്നെ ഞാൻ വളരെ ഇമ്പോർട്ടൻസ് കൊടുത്ത അല്ല, ഞാൻ വിശ്വസിക്കത്തില്ലായിരുന്നു. സാധാരണ ഒരു ആവറേജ് പുള്ളിയുടെ പ്രോഗ്രാമിന് ഒരു 3000 മുതൽ 10,000 പേര് വരെ കാണും. ഓ, മിക്കവാറും ട്രെയിനിങ്ങിനൊക്കെ $10,000 മാസീവായിട്ടുള്ള. മാസീവായിട്ടുള്ള. പക്ഷേ ഇതിനകത്ത് ചില ട്രെയിനിങ്സ് നഷ്ടം ആണെന്ന് പുള്ളി പറഞ്ഞു. ഓ, അപ്പോൾ അത് ഇൻക്രെഡിബിളാണ്. ഓക്കെ, നഷ്ടമാണെന്നുള്ളത്. പക്ഷേ ഞാനത് നോക്കിയപ്പോൾ പിന്നീട് അവരുടെ അദ്ദേഹത്തിൻ്റെ ഓഫീസുമായിട്ടിരുന്ന ആൾക്കാരൊക്കെ ആയിട്ട് സംസാരിച്ചപ്പോഴാണ് എനിക്കത് കൺവിൻസ്ഡ് ആയത്. അതെന്ന് പറഞ്ഞാൽ ഒരു ട്രെയിനിങ്ങിന് വേണ്ടി ആ സ്ഥാപനത്തെ മൊത്തം ഒരുക്കി കൊണ്ടുവരണമെങ്കിൽ അവർ 100 കണക്കിന് സോഴ്സിൽ നിന്നാണ് കാര്യങ്ങൾ ഔട്ട്സോഴ്സ് ചെയ്യുന്നത്. പിന്നെ ഇത് നടക്കുമ്പോൾ ഉള്ളൊരു മ്യൂസിക് പോലും അത് നമുക്ക് കോപ്പി ചെയ്തിടാൻ പറ്റില്ല. ഓ, വേൾഡ് ക്ലാസ് ആയിരിക്കും. വേൾഡ് ക്ലാസ് ആയിരിക്കണം. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ ഓഡിയോ സിസ്റ്റം പോലും, പരസ്യങ്ങൾ എല്ലാം നോക്കുമ്പോഴത്തേക്ക് ആ റെഗുലേഷൻസ് എല്ലാം പാലിച്ചു വരുമ്പോൾ അപ്പോൾ ചില സമയത്ത് ഇത്രയും ആൾക്കാരുണ്ടാഞ്ഞിട്ട് പോലും നobody can believe നഷ്ടം വരും. പിന്നെ അപ്പോൾ ഈ കാരണം നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഒരു മാക്സിമം 52 വീക്കെൻഡല്ലേ ഒരു വർഷമുള്ളൂ. എല്ലാ വീക്കെൻഡും എന്തായാലും പണിയെടുക്കാൻ പറ്റില്ല. അപ്പോൾ ഒരു മാസം ഒരു വീക്കെൻഡൊക്കെ ആയിരിക്കും കൂടുതലും പ്രോഗ്രാം വരുന്നത്. അപ്പം നമ്മുടെ ഓഫീസിൽ ജോലി ചെയ്യാനായിട്ട് നമുക്ക് ഏറ്റവും ശമ്പളം കുറഞ്ഞവരെ കിട്ടിയ ഒരു പക്ഷേ കേരളത്തിലെ സ്റ്റാൻഡേർഡിൽ 20,000 കൊടുത്താൽ മതിയാവും. പക്ഷേ ഒരു ട്രെയിനിങ് സ്ഥാപനത്തിൽ അത് പറ്റില്ല. റിസർച്ചിനൊക്കെ ആണെങ്കിൽ നല്ല ക്വാളിറ്റിയുള്ള ആൾക്കാർ വേണം. ഓക്കെ, അപ്പോൾ ഒരു കോളേജ് അധ്യാപകന് കൊടുക്കുന്ന ഇല്ല അധ്യാപികയ്ക്ക് കൊടുക്കുന്ന സാലറി ഏതാണ്ട് അടുപ്പിച്ച് ഓഫർ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവർ ഇന്ന് പഠിച്ചതുമായിട്ട് നാളെ അവർ പോകും. അത്യാവശ്യം ഒരു സ്കോളറൊക്കെ ആവാൻ സാധ്യതയുള്ള ഒരാളായിരിക്കണം, ക്വാളിറ്റി ആയിരിക്കണം. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ നിർത്തിക്കൊണ്ട് കണ്ടിന്യൂസ് ആയിട്ടൊരു പ്രസ്ഥാനമായിട്ട് പോകുമ്പോൾ പിന്നെ നമുക്കൊരു ഔട്ട്പുട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇന്നിപ്പോൾ എപ്പോഴും ഏഷ്യയൊക്കെ ചെയ്ത് അവരും ക്ഷീണിക്കരുതല്ലോ. പിന്നെ അവർക്ക് കുട്ടികളുണ്ടാകും, വീടുണ്ടാകും, അപ്പോൾ അവർക്ക് ലീവ് വേണം, മെഡിക്കൽ ബെനിഫിറ്റ്സ് വേണം, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വരുമല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും പിന്നെ ഈ അമിച്വർ ട്രെയിനേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരൊരു കോളേജ് അധ്യാപകനോ ഒരു സിവിൽ സർവൻറ്റോ അല്ലെങ്കിൽ ഒരു സാംസ്കാരിക പ്രവർത്തകനൊക്കെ ആയിരിക്കും. അപ്പോൾ അവരെ വിളിച്ചുകൊണ്ട് പോയി ഒരു സ്പീച്ച് നടത്തുമ്പോഴത്തേക്ക് അത് കഴിഞ്ഞ് അവർക്ക് കവറിലൊരു 20,000 കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ എല്ലാ ഇതിനും ശേഷം വരുന്ന ഒരു ചെറിയ ഗിഫ്റ്റ് മാത്രമാണ്. പക്ഷെ ഒരു ഒറ്റയ്ക്ക് നടത്തുന്ന പരിപാടികളായിരിക്കും. അത് വേറെ ആരും ഇല്ലല്ലോ അവർക്ക്. ഒരു ഇൻസ്പിറേഷണൽ ടോക്ക് എന്നൊക്കെ പറഞ്ഞു. അതെ, അങ്ങനെ നടത്തുമ്പോഴത്തേക്ക് ഇത് നമ്മൾ പ്രൊഫഷണലി ചെയ്യുമ്പോഴത്തേക്ക് ഇറ്റ്സ് വെരി എക്സ്പെൻസീവ്. ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കുന്നത് പോലെ അത് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണല്ലോ. പിന്നെ ഇപ്പോൾ പല ആൾക്കാർ ചിന്തിക്കും മൈൻഡ് മാസ്റ്ററി ഇതിൻ്റെ ഇത്രയും ഫീസ് ഉണ്ടല്ലോ എന്നൊക്കെ ആൾക്കാർ പറയും. പക്ഷേ ശരിക്കും പറഞ്ഞാൽ ചില സമയത്ത് നമുക്കത് ലോസിലാണ്. അപ്പോൾ ചോദിക്കും ലോസിലാന്ന് എന്തിനാണ് നടത്തുന്നത്. അപ്പോൾ ഒരുപക്ഷെ ആ മൈൻഡ് മാസ്റ്ററിൽ വന്നതിന് ശേഷമായിരിക്കും മറ്റു ട്രെയിനിങ്ങുകളിലേക്ക് ആൾക്കാർ വരുന്നത്. അപ്പം എനിക്ക് ഈ ട്രെയിനിങ് മേഖലയിലല്ലാതെ മറ്റു സ്വത്തുക്കളും കാര്യമൊന്നും ഇല്ലായിരുന്നെങ്കിൽ ഒരു കാരണവശാലും എനിക്ക് ഇനി കണ്ടിന്യൂസ് ആയിട്ട് ട്രെയിനിങ്ങായിട്ട് പോകാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആൾക്കാരെ കളിപ്പിക്കുന്ന വല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞ്
അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യണം. നമ്മൾ സത്യസന്ധമായിട്ട് പറഞ്ഞൊരു അക്കാഡമിക് നിലവാരം നിലനിർത്തിക്കൊണ്ട് നമുക്ക് പിന്നെ ഒരിക്കലും ഫ്രീ ആയിട്ടും കൊടുക്കാൻ പറ്റില്ല, തീരെ കോസ്റ്റ് കുറച്ചും കൊടുക്കാൻ പറ്റില്ല. ഇപ്പോൾ ഗവൺമെൻറ്റിൽ തന്നെ, കേരള ഗവൺമെൻറ്റിൽ തന്നെ വളരെ സീനിയർ ആയിട്ടുള്ള സിവിൽ സർവൻസ് എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, കുറച്ചെങ്കിലും ഒരു ഗവൺമെൻറ്റിനൊക്കെ കുറച്ചൊക്കെ തരണ്ടേ എന്നൊക്കെ ചോദിക്കാറുണ്ട്. എനിക്ക് തോന്നുന്നത് ഡോക്ടർ കേരള പോലീസിന്, അതുപോലെ തന്നെ ഒരുപാട് ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന്, ഓർഗനൈസേഷൻസിന്, MLA-മാർക്ക് അല്ലേ, ഞാൻ ഒരുപാട് കൊടുത്തിട്ടുണ്ട്. 16 വർഷമായിട്ട് ലൈഫ് ലൈൻ ഫൗണ്ടേഷൻ്റെ പ്രവർത്തനങ്ങൾ വളരെ വിപുലമായിട്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷേ അങ്ങനെയൊക്കെ നമ്മൾ കൊടുക്കുമ്പോഴൊരു സംഭവം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഗവൺമെൻറ്റിന് ഒരു 2-3 ട്രെയിനിങ്സ് നമുക്ക് കൊടുക്കാം, പക്ഷേ നിരന്തരം ഗവൺമെൻറ്റിന് കൊടുത്തുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല. ഇപ്പോൾ ഇൻഡസ്ട്രീസ് ഡിപ്പാർട്ട്മെൻറ്റിന് മൊത്തം ഞാൻ ഒരിക്കലും ട്രെയിനിങ് കൊടുത്തു. ഒരു 200 പഞ്ചായത്ത് പ്രസിഡന്റുമാർക്ക് ഉണ്ട്. ഞാനത് അവിടെ ഒരിക്കൽ വന്നിട്ടുണ്ട്. 200 പഞ്ചായത്ത് പ്രസിഡന്റുമാർക്ക് മാത്രമായിട്ട്. അപ്പം അതിൽ പല ആൾക്കാർ ഇപ്പോൾ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ അവരുടെ രീതി തന്നെ കംപ്ലീറ്റ് മാറിപ്പോയി. അവരൊക്കെ എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടെ മുതിർന്ന ലീഡേഴ്സായിട്ട് മാറിയിട്ടൊക്കെ ഉള്ളവർ. അതെ. അപ്പം പിന്നെ അവരിൽ ഒരുപാട് മാറ്റം വന്നു. ഓക്കെ. അതിലൊരു പോസിറ്റീവ് ഔട്ട്ലുക്ക്. ഈ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ആളുകൾ, ഇത്തരം മനസ്സിൻ്റെ ശക്തി ഉപയോഗിക്കുമ്പോഴുണ്ടാവുന്ന മാറ്റം എന്നതിനെ പറയാമല്ലേ? നമ്മളൊരു കാര്യം പറഞ്ഞാൽ മതി. നമ്മൾ ഈ ലിക്വാനി എന്ന് പറയുന്ന പിന്നെ ആളാണ് ഈ സിംഗപ്പൂരിനെ ഇങ്ങനെ ആക്കി മാറ്റിയത്. മലേഷ്യ രൂപപ്പെട്ടപ്പോൾ മലേഷ്യക്ക് വേണ്ട എന്ന് പറഞ്ഞൊരു ഭൂപ്രദേശമാണ് സിംഗപ്പൂർ. കാരണം അവിടെ മുഴുവൻ കൊള്ളരുതാഴിയും കള്ളന്മാരും കടൽ കൊള്ളക്കാരും എല്ലാം വസിക്കുന്ന സ്ഥലമായതുകൊണ്ട് പിടിച്ചുപറിക്കാരുടെ നാടായിരുന്നു. മലേഷ്യ പറഞ്ഞു ഈ സിംഗപ്പൂരിനെ വേണ്ട. പക്ഷേ സിംഗപ്പൂരിനെ അന്ന് ഏറ്റെടുക്കുന്നത് ലിക്വാനിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ എങ്ങനെയായിരിക്കണം ഒരു ഐഡിയൽ രാജ്യം? നമ്മുടെ ഒരു 2-3-4 പഞ്ചായത്തിൻ്റെ വലുപ്പമേ ഉള്ളൂ. പക്ഷേ അത് അദ്ദേഹം ആ രീതിയിലൊക്കെ മാറ്റിയെടുത്തു കഴിഞ്ഞപ്പം അമേരിക്കയുടെ പേരിന് മുന്നിൽ പോലും സിംഗപ്പൂരിൻ്റെ ഇന്ന് ലോകത്തിലെ ഏറ്റവും വിലയുള്ള പാസ്പോർട്ട് സിംഗപ്പൂരും പാസ്പോർട്ട്. അതെ, ആ രീതിയിലേക്ക് അവരങ്ങ് മാറി. അപ്പം എപ്പോഴും നമ്മളിപ്പോൾ ഈ പിന്നെ പഞ്ചായത്തിൽ ശരിക്കും പറഞ്ഞാൽ അവർക്ക് വലിയ റോളുണ്ട്, ഭയങ്കരമായ റോളുണ്ട്. പക്ഷേ പലപ്പോഴും അവർക്ക് ആ ഒരു ഉൾക്കാഴ്ച, അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് മനസ്സിന് 3 ഭാഗങ്ങളുണ്ട്, 4 വേണേലും പറയാം. അപ്പം നമ്മളെ ഈ ലൈഫിൽ രക്ഷപ്പെടുന്നത് ചോയ്സസ് ആണ്. യുവർ സക്സസ് ഇൻ ലൈഫ് ബേസ്ഡ് ഓൺ യുവർ ചോയ്സസ്. തെരഞ്ഞെടുപ്പുകളാണ്. ഇപ്പോൾ ഈ സെക്കൻഡിൽ, ഈ നിമിഷം റോബിന് ആയിരക്കണക്കിന് ചോയ്സസ് ഉണ്ട്. പെട്ടെന്ന് ഇവിടെ നിന്ന് ഓടി ഇറങ്ങിപ്പോയി എയർപോർട്ടിൽ പോയി ഇപ്പോൾ ഒരു രാജ്യത്തേക്ക് പോകാം, അല്ലെങ്കിൽ കർണാടകത്തിലേക്കോ ഡൽഹിയിലേക്കോ പോകാം, അതല്ലെങ്കിൽ പുതിയൊരു കല്യാണം കഴിക്കാം. നമുക്ക് ഒരുപാട് ഒരു ഞാനിപ്പോൾ ഇരിക്കുന്നത് മറൈൻ ഡ്രൈവിലാണ്. മനോഹരമായ ഒരു കാഴ്ചയുണ്ട്. പുറത്തിറങ്ങിയിട്ട് ഈ അവിടെ ബാൽക്കണിയിൽ നിന്നുകൊണ്ട് ദൂരെ ഇരിക്കുന്ന ഒരു സ്ഥലത്തേക്ക്, ആ ദ്വീപിലേക്ക് വേണമെങ്കിൽ എനിക്ക് പോകാം. അപ്പോൾ ഒരുപാട് ചോയ്സസ് ഉണ്ട്. അപ്പം ഈ പ്രൊഫഷണലി ഓർ കരിയർ വൈസ് അവിടെ നമുക്ക് ഒരുപാട് ചോയ്സസ് ഉണ്ട്. ഈ ചോയ്സസ് നമ്മൾ എങ്ങനെ എടുക്കും? അപ്പോൾ ഈ ചോയ്സസ് തിരഞ്ഞെടുക്കുന്നത് നമ്മുടെ ബുദ്ധി അഥവാ ഇൻ്റലക്റ്റ് എന്ന് പറയുന്ന മൈൻഡിൻ്റെ പാർട്ടാണ്. അതായത് ലക്ഷക്കണക്കിന് ചോയ്സസ് ഉണ്ട്. ആ ചോയ്സസിൽ ഏത് ചോയ്സ് നമ്മൾ എടുക്കുന്നു എന്നുള്ളത് നമ്മുടെ ബുദ്ധി അതാണ്. ബുദ്ധി എന്ന് ഉദ്ദേശിക്കുന്നത് ഇൻ്റലക്റ്റ് എന്ന് പറയുന്ന ഭാഗമാണ്. ഇനി മനസ്സിൻ്റെ ബുദ്ധിപരം എന്ന് പറയാം. അങ്ങനെയല്ല, അത് ബ്രെയിനിൻ്റെ പാർട്ടല്ലേ? ഇത് മൈൻഡിൻ്റെ ഒരു പാർട്ടാണ്. ബുദ്ധി എന്ന് പറയുമ്പോഴത്തേക്കും അപ്പം 2ാമത്തെ പാർട്ട് ചിത്ത. ചിത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈൻഡിൻ്റെ ഹാർഡ് ഡിസ്ക് ആണ്. അപ്പോൾ അവിടെയാണ് നമ്മൾ ഇന്ന് വരെ കണ്ടിട്ടുള്ള കാര്യങ്ങളെല്ലാം കൊണ്ടുവന്ന് സ്റ്റോർ ചെയ്തേക്കുന്നത്. അപ്പം ഈ ചിത്തത്തിലില്ലാത്തൊരു സാധനം വെച്ചിട്ട് ബുദ്ധിക്ക് പ്രവർത്തിക്കാൻ പറ്റത്തില്ല. കണക്റ്റഡാണ്. പരസ്പര പൂരകങ്ങളാണ്. അതെ. അപ്പോൾ ഈ ഒരു ഭൂപ്രദേശം രക്ഷപ്പെടുത്തിയ ഒരു ഇമേജോ രൂപമോ ഇല്ലെങ്കിൽ നമുക്ക് ബുദ്ധി വെച്ചിട്ട് അത് പ്രയോഗിക്കാൻ പറ്റത്തില്ല. ഒരു മുൻമാതൃക വേണം. അപ്പോൾ ഇപ്പോൾ എക്സാമ്പിൾ നല്ലൊരു ഫിലിം സ്റ്റാർ, അപ്കമിങ് ഒരു പെൺകുട്ടി. അപ്പോൾ അതിന് ആരുടെയെങ്കിലും ഹോളിവുഡിലോ ബോളിവുഡിലോ തമിഴിലോ തെലുങ്കിലോ ആരുടെയെങ്കിലും ഒരു അഭിനയത്തിൻ്റെ ഒരു ശൈലി അത് തന്നെ തുടരണമെന്നില്ല. ആ ഒരു ഉള്ളിൽ കിടക്കുന്ന ആ ഒരു ഇമേജുമായിട്ട് കോമ്പീറ്റ് ചെയ്ത് വേണം അതിന് മുന്നേ വരാനായിട്ട്. അപ്പോൾ അവിടെ നമുക്ക് സെറ്റ് ചെയ്യാനൊരു സാധനം ഹാർഡ് ഡിസ്കിൽ ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു രക്ഷയില്ല. അത് അസോസിയേറ്റ് ചെയ്യാൻ പറ്റണം. ഇപ്പോൾ ഒരു ആർക്കിടെക്ട് ഒരു വലിയ കെട്ടിടം വെക്കുന്നു. അപ്പോൾ അതിന് സമാനമായിട്ടുള്ളൊരു കെട്ടിടത്തിൻ്റെ രൂപം ഉള്ളിൽ കൊണ്ടുവന്ന് അതുമായിട്ട് കമ്പയർ ചെയ്താണ് ചോയ്സ് എടുക്കുന്നത്.
അപ്പോൾ ഈ പലപ്പോഴും നമ്മൾ അതുകൊണ്ടാണ് നമ്മൾ ഈ വിദേശയാത്രകളൊക്കെ ഒത്തിരി വേണമെന്ന് പറയുന്നത്. നമ്മളെ നിയമസഭാ സാമാജിക മന്ത്രിമാരൊക്കെ പോയി കാണണം, ഇത് പഠിക്കണം എന്നൊക്കെ പറയുമ്പോൾ വെറുതെ അവർക്ക് പോയിട്ട് കണ്ട് തിരിച്ചു വരാനുള്ള ഒരു ഏർപ്പാട് മാത്രമല്ല അത്. അല്ല, അങ്ങനെ ആക്ഷേപിക്കേണ്ട ഒരു കാര്യമല്ല. അപ്പോൾ അവരുടെ മുന്നിൽ ഇതുണ്ടാവണം. അപ്പോൾ ഞാനിപ്പോൾ മുമ്പേ പറഞ്ഞ ട്രെയിനർ എന്ന് പറയുമ്പോഴേ ഒരു നേരത്തെ സ്റ്റാൻഡേർഡിൽ ഒരു 20,000 ബുക്സ് എങ്കിലും വായിച്ചിട്ടുള്ള ആളായിരിക്കണം. 20,000 ബുക്സ് എങ്കിലും വായിച്ചിട്ടുള്ള ആളായിരിക്കണം. ലോകത്ത് നടന്നിട്ടുള്ള ട്രെയിനിങ്ങുകളെല്ലാം കാണണം. ഞാൻ മുമ്പേ ആന്റണി റോബിൻസിനെ പറഞ്ഞില്ല, അദ്ദേഹത്തിൻ്റെ എല്ലാ ട്രെയിനിങ്ങുകളും ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. റോബർട്ട് കിയോസാക്കിയുടെ ട്രെയിനിങ്ങുകൾ എന്ന് വേണ്ട ലോകത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന എല്ലാ ട്രെയിനേഴ്സിൻ്റെയും ട്രെയിനിങ്ങുകൾ ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് എനിക്ക് കിട്ടിയ ഒരുപാട് മെസ്സേജസും രൂപവും എല്ലാം കിട്ടിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ജോൺ മാക്സ്വെൽ, ഈ സപ്പോസ് ടു ബി ദ നമ്പർ 1 ട്രെയിനർ. അപ്പോൾ അദ്ദേഹം എപ്പോഴും ട്രെയിനിങ് എടുക്കുമ്പോൾ വളരെ സൗമ്യമായിട്ട് സംസാരിക്കുകയുള്ളൂ, സ്പീഡ് കുറച്ച് സംസാരിക്കുകയുള്ളൂ. ഓക്കെ, അപ്പം ഞാനും അതുകൊണ്ട് സൗമ്യമായി സംസാരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇടയ്ക്ക് കയറി ചോദിക്കുന്നത്, ഈ കണക്ട് ചെയ്ത് പോകുന്നതാണോ, നമ്മുടെ നാട്ടിൽ ചില ട്രെയിനർമാർ ഈ സൗമ്യതയില്ലാതെ സംസാരിച്ചതിൻ്റെ പേര് വലിയ വിവാദങ്ങളിലൊക്കെ പോയി പെടുന്ന ആളുകളുണ്ട്. അല്ല, ഇവിടുത്തെ ഞാൻ കണ്ടിട്ടുള്ള ഒരുപാട് അവർക്ക് കിട്ടിയിട്ടുള്ള സിസ്റ്റത്തിൻ്റെ പ്രത്യേകതയാണ് ഈ ട്രെയിനീസിലെ കോച്ചീസിലെ ശിഷ്യർ അവരെ എപ്പോഴും ഔട്ട് സ്മാർട്ട് ചെയ്തുകൊണ്ട് ഭയങ്കര ലൗഡായിട്ട് ബഹളം ഉണ്ടാക്കി ചാടി ആക്ഷനിലൊക്കെയാണ് സംഭവം ചെയ്യുന്നത്. ആ ഒരു ഈ കരിസ്മാറ്റിക് ധ്യാനങ്ങളൊക്കെ നടക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രയോഗമുണ്ടല്ലോ, ഭയങ്കര ലൗഡായിട്ട് സംസാരിച്ചിട്ട് അങ്ങനെ ഒരു രീതി ഉണ്ടല്ലോ, അതിനെ ഫോളോ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അല്ല, അതിൻ്റെ ടെക്നിക്ക് എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ബ്രെയിന് ഒരു സമയത്ത് ഇത്ര ബീറ്റ്സ് ഇൻഫർമേഷൻ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. അത് മൈൻഡിലേക്ക് കടത്തി വിട്ടുകൊണ്ടിരിക്കുന്നത്. അതിലും കുറച്ചുകൂടെ കൂടുതൽ ചെല്ലുവാണെങ്കിൽ ഉടനെ എന്ത് പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇതങ്ങ് പയ്യെ മാറിക്കൊടുക്കും. അപ്പോൾ പിന്നെ നമുക്ക് ഈ ക്രിട്ടിക്കൽ മൈൻഡ്, ഇതിനെ വിമർശന ബുദ്ധിയോട് കൂടി കാണുന്ന ആ മൈൻഡ് അങ്ങ് പോകും. മൈൻഡ് അങ്ങ് പോയിട്ട് ഡയറക്റ്റ് അങ്ങ് ഉള്ളിലേക്ക് പോകും. അപ്പോൾ അത് പിന്നെ ഈ മൈക്കിൾ ജാക്സൻ്റെ ഒക്കെ ഒരു മ്യൂസിക്കൊക്കെ വരുമ്പോൾ ഈ ലൈറ്റ്, ആദ്യത്തെ സൗണ്ട്, അതൊക്കെ കുറച്ച് കൂടുതൽ ഒന്നിച്ച് ലോഡ് ചെയ്ത് കഴിയുമ്പോൾ ഇതിനെ ക്രിട്ടിസൈസ് ചെയ്യാതെ ഉള്ളിലേക്ക് പോകുന്ന അത് ഉപബോധ മനസ്സിനെ ഉണർത്തിക്കൊണ്ടുള്ള ഒരു സംഭവമാണ്. അപ്പോൾ അത് ബൈപ്പാസ് ചെയ്യാൻ വേണ്ടി നമ്മൾ പറഞ്ഞു വന്ന ജോൺ മാക്സ്വെലിന്റെ, പക്ഷേ അദ്ദേഹത്തിന്റെ സൗമ്യതയാണ്. അപ്പം ഈ ലോകത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ട്രെയിനേഴ്സിൻ്റെ ഒക്കെ ഇപ്പോൾ ഈ ആന്റണി റോബിൻസ് ഭയങ്കര ഫാസ്റ്റായിട്ട് സംസാരിക്കുന്നത്, കുറച്ച് ഹാർഷായിട്ട് സംസാരിക്കുമല്ലോ. ഹാർഷായിട്ട് സംസാരിക്കും, വളരെ ഫാസ്റ്റായിട്ട് സംസാരിക്കും. അദ്ദേഹം ഫിൽത്തി ലാംഗ്വേജ് ഒക്കെ ഉപയോഗിക്കുന്ന ഒരു പർപ്പസിന് വേണ്ടിയിട്ടാണ്. ഒരു പർപ്പസിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം പലപ്പോഴും ഫിൽത്തി ലാംഗ്വേജസ് അത് ഉപയോഗിച്ചാൽ മാത്രമേ അത് പറ്റൂ എന്ന് പറയുന്നത്. അടി കൊടുക്കേണ്ടടുത്ത് അടി കൊടുക്കുന്ന പോലെ അതൊരു അവർക്കൊരു പ്രത്യേക രീതിയിൽ അവരെ കൊണ്ട് ആ ഒരു മാറ്റം ഉണ്ടാക്കിക്കാൻ വേണ്ടിയിട്ട് ഇന്റർവെൻഷനാണത്. അല്ലാതെ നമ്മൾ ഓഡിയൻസിനെ കളിയാക്കുന്നതൊന്നുമല്ല. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓവർ ആക്ഷനുള്ള, ഓവർ സൗണ്ടുള്ള ഒരു ട്രെയിനിങ് സിസ്റ്റമാണ് കേരളത്തിൽ പൊതുവെ ഉണ്ടായിരുന്നത്. അപ്പം ഞാൻ ഈ സൗമ്യമായിട്ട് സ്പീഡ് കുറച്ച് ആൾക്കാർക്ക് മനസ്സിലാകുന്ന രീതിയിൽ, അപ്പോൾ ആൾക്കാരെൻ്റെ അടുത്ത് പറയും ഞാൻ ഒത്തിരി സൗണ്ട് കുറച്ചാണ് സംസാരിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഏറ്റവും സൗമ്യതയുള്ള ശബ്ദം ഡോക്ടറുടെയാണ്. ഡോക്ടർ ഒരു ഡോക്ടറുമായിട്ട് 1 മണിക്കൂർ നമ്മളൊരു ക്ലാസ്സിൽ ഇരുന്ന് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞ ഒരു എൻസൈക്ലോപീഡിയ തുറന്നു വെക്കുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. ഒരു സ്കോളറെ സംബന്ധിച്ച് ഇതിനേക്കാൾ വലിയ എക്സ്പീരിയൻസ് വേറെ ഇല്ല. വളരെ സൗമ്യതയായിട്ടാണ്. അപ്പോൾ ഈ അവിടെ 2-3 കാര്യം ഒട്ടും ചാലഞ്ച് ഇല്ലാതെ നമ്മളെ സ്റ്റുഡൻസ് ഇത് അക്സെപ്റ്റ് ചെയ്യും. തിരിച്ച് അല്ലേ, ചാലഞ്ച് ചെയ്യാൻ തോന്നില്ല. ഒരു ചാലഞ്ച് ഇല്ലാതെ എത്രമാത്രം ഇപ്പോൾ ട്രെയിനർക്ക് കുറച്ച് മിസ്റ്റേക്കൊക്കെ വരുന്നതാണ് എപ്പോഴും നല്ലത്. നമ്മൾ നമ്മുടേതായ തനിമയിൽ നിന്ന് സംസാരിക്കുവാൻ എപ്പോഴും ആൾക്കാർക്ക് നല്ലത്. അപ്പോൾ ആ ഒരു ശൈലി ഞാൻ ഒരുപാട് സ്ഥലത്തുനിന്ന് നന്നായിട്ട് റിസർച്ച് ചെയ്തതിന് ശേഷമാണ് ഇവിടെ കൊണ്ടുവന്നത്. പിന്നെ ഈ ഹൈപ്പർ ലാംഗ്വേജസ് ഒന്നും, അങ്ങനെ ഹൈപ്പർ പ്രോമിസസ് ഒന്നും കൊടുക്കില്ല. ഇത് ചെയ്താൽ നിങ്ങൾക്ക് ഇന്നതുപോലെ മാറ്റം വരും, പാക്കേജ് ഒന്നും കൊടുക്കില്ല. അവർക്കൊരു ഹൈപ്പർ ഇത് ഓവർ എക്സ്പെക്റ്റേഷൻസ് ഒന്നും കൊടുക്കില്ല. അപ്പോൾ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇവരെ ചാലഞ്ച്, നിങ്ങൾ അങ്ങനെ ചെയ്താൽ പോരാ, ഇങ്ങനെ ചെയ്താൽ, നിങ്ങൾ അങ്ങനെ ചെയ്താൽ പോരാ എന്നങ്ങനെ വരത്തില്ല. അങ്ങനത്തുള്ള ലാംഗ്വേജ് വരത്തില്ല. പിന്നെ ഞാനാണ് ഏറ്റവും സമർത്ഥൻ എന്നും പറഞ്ഞ് സംസാരിക്കത്തുമില്ല. അപ്പോൾ അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ യു നോ മെനി തിങ്സ്. ഇപ്പം മൂവിക്കകത്ത് അല്ലെങ്കിൽ സിനിമയ്ക്കകത്ത് നിങ്ങളോട് പല കാര്യങ്ങളും ഞാൻ ചോദിച്ചറിയേണ്ട ഞാൻ. അപ്പോൾ ഞാൻ പറയുമ്പോഴത്തേക്കും യു നോ മെനി തിങ്സ് ബട്ട് ഐ ഹാവ് ദിസ് നോളജ്, ഇറ്റ് മേ ഹെൽപ്പ് യു, മേ ഹെൽപ്പ് യു എന്നും പറഞ്ഞ് നമ്മളൊരു സജസ്റ്റീവായിട്ട് കൊടുക്കുകയാണ് പലപ്പോഴും സംഭവിക്കുന്നത്. അപ്പം
ഈ പിന്നെ ആദ്യം നമ്മൾ ചോദിച്ച ചോദ്യം ഇതാണ്, ഇതിനകത്ത് ഒരു വേർഡ് സ്കാം നടക്കുന്നു എന്ന്. സ്കാം നടക്കുന്നു എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞ ഒരു തെറ്റിദ്ധാരണയാണ്. ട്രെയിനേഴ്സ് ഒരുപാട് പൈസ ഉണ്ടാക്കുന്നു എന്നുള്ളതും തെറ്റിദ്ധാരണയാണ്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ചിലവുണ്ട്. അതായത് ഒരു ട്രെയിനിങ് നമ്മൾ എടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു പുസ്തകം വായിച്ചിട്ടൊന്നും പോയി ഒരു ട്രെയിനിങ് എടുക്കാൻ നടക്കത്തില്ല. നമ്മൾ അതിലും വലിയ ട്രെയിനേഴ്സിൻ്റെ അടുത്ത് വളരെ റെഗുലറായിട്ട് ട്രെയിനിങ് അറ്റൻഡ് ചെയ്യുകയും കാര്യങ്ങൾ പഠിച്ച് വന്ന് അവതരിപ്പിക്കുകയൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ എഫർട്ടുണ്ട്. നിങ്ങളിപ്പോൾ ക്രിറ്റിസൈസ് ചെയ്യുന്ന ട്രെയിനേഴ്സിനെ എടുത്തു കഴിഞ്ഞാലും അവരുടേതായ ശൈലിയിൽ ചെയ്യുന്നു. ഞാൻ മാത്രം നല്ലതെന്ന് പറയാൻ പറ്റില്ല. എനിക്കറിയാം, ഡോക്ടർ തന്നെ വർഷത്തിലൊരിക്കൽ 2 പ്രാവശ്യമൊക്കെ ചിലപ്പോൾ വലിയ ട്രെയിനേഴ്സിൻ്റെ അടുത്ത് ട്രെയിനിങ്ങിന് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയം എനിക്ക് ഓർമ്മയുണ്ട്. ഇപ്പോഴും അങ്ങനെ പോകുന്നുണ്ട് അല്ലേ? ഉണ്ട്, പോകാറുണ്ട്. അപ്പോൾ എനിക്ക് ഇവിടെ ഇപ്പോൾ പറയാനുള്ളത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അപ്പോൾ ഈ നല്ലതുപോലെ ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് എനിക്ക് തോന്നുന്ന ട്രെയിനിങ് ഞാൻ പഠിക്കാൻ വേണ്ടിയിട്ട് തന്നെ ഒരു ഇതുവരെ സ്പെൻഡ് ചെയ്ത ഫീസായിട്ട് മാത്രം കണക്ക് കൂട്ടുവാണെങ്കിൽ ഒരു 3 to 5 CR വരും. ഓ, ലോകം മുഴുവൻ പോയി ട്രെയിനിങ് പഠിച്ച് ഇതുവരെയുള്ള നോക്കുകയാണെങ്കിൽ 3 to 5 CR എന്നിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. 16 വർഷത്തെ ലൈഫ് ലൈൻ്റെ പ്രവർത്തനങ്ങൾ വെച്ച് പ്രവർത്തനത്തിനകത്ത് വരുമ്പോഴേ 3 to 5 CR എന്നിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ നമുക്ക് അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് നമ്മൾ അതിൽ നിന്ന് കിട്ടുന്ന നോളജ് ഒരു കോളേജ് പ്രൊഫസർക്കാണെങ്കിൽ ഇത്രയും ബുദ്ധിമുട്ടില്ല. വിഷയത്തെക്കുറിച്ച് മാത്രം ഇത് ചെയ്താൽ മതി. ഇപ്പോൾ ഒരു കോളേജ് അധ്യാപനം എന്ന് പറഞ്ഞാൽ ശിഷ്യർ വരുന്നതും ഒരു ക്ലാസ്സിൽ ഒരു 80 ആൾക്കാർ വരുവാണെങ്കിൽ ദിവസം 3, അപ്പോൾ വരുന്നത് എത്രയാണ്? ഒരു വർഷത്തേക്ക് എടുക്കുന്ന ബാച്ചുകളെല്ലാം കൂടെ കൂട്ടി 240 സ്റ്റുഡൻസിനെ ആയിരിക്കും. അപ്പോൾ 300 വെച്ചോളൂ. ഒരു വർഷം അദ്ദേഹം പഠിപ്പിക്കുന്നത്. അപ്പോൾ 10 വർഷം കൊണ്ട് അദ്ദേഹം പഠിപ്പിക്കുന്ന 3000 പേരെ അതിനെടുത്താൽ വരത്തോളൂ. അപ്പോൾ 30 വർഷം എടുത്താലോ? അതെ, 10,000 വന്നാലും തികയുന്നില്ല. 10,000 വന്നാലും തികയുന്നില്ല. പക്ഷേ നമ്മുടെ ആ കേസിൽ അങ്ങനെയല്ല, ലക്ഷങ്ങളല്ലേ വരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സംഭവത്തിനകത്തപ്പോൾ നമ്മൾ ഒത്തിരി പേരിലേക്ക് അതിപ്പം മിസ്റ്റേക്കുകൾ വളരെ കുറവായിരിക്കണം. അപ്പോൾ പിന്നെ ഈ ട്രെയിനേഴ്സിൻ്റെ എണ്ണം ഇനിയും കേരളത്തിൽ കൂടണം. ഡോക്ടർ എപ്പോഴും പറയാറുള്ളതാണ് 100 കണക്കിന് ട്രെയിനർമാർ ഇനിയും ഉണ്ടാവണം എന്നെപ്പോഴും പറയും. ട്രെയിനേഴ്സിൻ്റെ കാരണം ട്രെയിനേഴ്സ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിച്ച് വരുമ്പോൾ സമൂഹത്തിന് വളരെ നല്ല ട്രെയിനറെ കിട്ടും. പിന്നെ ഈ ട്രെയിനർ നമ്മുടെ മനസ്സിലുണ്ടാക്കുന്നൊരു ഇമ്പ്രഷനുണ്ട്. ശരിക്കും പറഞ്ഞ ഒരു സൊസൈറ്റിക്ക് ഒരു ചേഞ്ച് വേണ്ടേ? തീർച്ചയായിട്ടും വേണം, മലയാളിക്ക് പ്രത്യേകിച്ച്. നമ്മളിപ്പോൾ ഒരു കാര്യം ചെയ്യും, ലോകത്തിൽ ഏറ്റവും മുന്തിയതായിട്ട് നിൽക്കുന്ന ഏത് പ്രൊഫഷണലായിട്ടുള്ള ആൾക്കാരാണെങ്കിലും ഒരു 100 പേരെ എടുത്ത് നോക്കുക. അതിൽ ട്രെയിനിങ് അറ്റൻഡ് ചെയ്യാത്ത എത്ര പേരുണ്ട്? കറക്ഷൻ നടത്താത്ത എത്ര പേരുണ്ട്? അപ്പോൾ തനതായ ശൈലിയായിട്ട് ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുള്ള ആൾക്കാർ. ഇപ്പം മിസ്റ്റർ മമ്മൂട്ടിക്ക് ട്രെയിനിങ് കിട്ടിയിട്ടുണ്ടോ ഇല്ലോ എന്നുള്ളത് നിങ്ങൾ പുറത്തറിയുന്നില്ലല്ലോ. ഈ ചോദ്യം ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർ അറിയേണ്ട ഒരു ചോദ്യമാണ്. ഈ മൈൻഡ് പവർ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ട്രെയിനിങ് രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നത് എന്തിനാണ് ഇത്തരം ട്രെയിനിങ് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് വിജയിച്ചുകൂടെ എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. ജീവിതം തരുന്ന ട്രെയിനിങ്ങിനേക്കാൾ വലിയ ട്രെയിനിങ് ഉണ്ടോ എന്ന ചോദ്യത്തിന് ഡോക്ടറുടെ അടുത്ത് കിട്ടിയ ഈ മറുപടി, ഈ സക്സസ്ഫുള്ളായി നിൽക്കുന്ന ഒരു 100 പേരെ എടുത്താൽ അതിൽ എത്ര പേര്, മിക്കവാറും ആ 100 പേരും ഇത്തരത്തിലുള്ള ഒരു തരത്തിലുള്ള വേറെ തരത്തിലുള്ള ട്രെയിനിങ് പ്രോഗ്രാമിലൂടെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ട്രെയിനിങ്ങിലൂടെ കടന്നു പോകുന്നവർ തന്നെയായിരിക്കും കൂടുതൽ ഉപയുക്തരായ മനുഷ്യർ എന്ന് പറയുന്നത്. ഈ മിസ്റ്റർ മോഹൻലാലിൻ്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ തന്നെ അദ്ദേഹത്തിൻ്റെ ആരാണ് കോച്ച്, അതിൽ അദ്ദേഹം എവിടെയെല്ലാം പോയിട്ടുണ്ട്, ഈ കാര്യങ്ങളൊന്നും പറയുന്നുണ്ടാവില്ല. ഒന്നും നമുക്ക് പുറമേ അത് കാണും, നമ്മൾ അറിയുന്നില്ല. ലോകത്തിലെ ഏതെല്ലാം അഭിനേതാക്കളുടെ പടം അദ്ദേഹം വളരെ ക്ലോസ്ലി കണ്ട് എത്രയോ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തു. അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിട്ടുള്ളത് രാജ് കപൂറാണ്. അതെ, രാജ് കപൂറിനെ സ്വാധീനിച്ചിട്ടുള്ള മറ്റൊരാളാണ് മധു സാറ്. നമ്മുടെ നാടൻ മധുവിനെ സ്വാധീനിച്ചിട്ടുള്ള ഒരാളാണ് രാജ് കപൂർ. അല്ലെങ്കിൽ ദിലീപ് കുമാറിനൊക്കെ മോഹൻലാലിനെ വളരെ സ്വാധീനിച്ചിട്ടുള്ള ആളാണ്. പറയാറുണ്ട്, അവരൊക്കെ ഇത്ര ആളുകളെ കുറിച്ച് പറയാറുണ്ട്. അല്ല, ഈ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലെ വെറ്ററൻസും ഒക്കെ ആയിട്ട് സംസാരിക്കുമ്പോഴാണ് എനിക്ക് ഇതിൻ്റെ പുറകിലുള്ള സ്റ്റോറീസ് പലതും മനസ്സിലാകുന്നത്. അപ്പോൾ ഇതിൻ്റെ പുറകിൽ ഒരുപാട് പ്രയത്നങ്ങൾ അവർ ചെയ്തതിന് ശേഷമാണ് അവർക്ക് അത് പക്ഷെ പുറമെ ആരും കാണുന്നില്ല. അപ്പോൾ ഈ ബിസിനസ്സിൽ ഇപ്പോൾ ഈ ഞാൻ അടുത്തിടെ പലപ്പോഴും സോഷ്യൽ മീഡിയയിലും യൂട്യൂബിലൊക്കെ കണ്ട് ബിസിനസ്സുകാർക്ക് ട്രെയിനിങ്ങോ ബിസിനസ്സുകാരെ ഇനി ബിസിനസ് പഠിപ്പിക്കാനോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ മിസ്റ്റർ കൊച്ചൗസേപ്പി ചിത്തിലപ്പള്ളി, അദ്ദേഹത്തോട് നേരിലൊന്ന് കണ്ട് ചോദിക്കണം, അദ്ദേഹം ഇങ്ങനെ ആകാനായിട്ട് അദ്ദേഹം എത്ര ട്രെയിനിങ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 100ന് മുകളിലാണോ താഴെയാണോ എന്ന് മാത്രം ചോദിച്ചാൽ മതി. അതെ, അതിനുവേണ്ടി ഒരു സംഘടന ഉണ്ടാക്കിയിട്ടുണ്ട്. അതെ അല്ലേ? ഉണ്ട്. ഞാൻ ഒരിക്കലും അതിനൊക്കെ ഒരു കീനോട്ട് സംസാരിക്കാൻ എനിക്കറിയാം. പിന്നെ അതുപോലെ തന്നെ നമ്മൾ മിസ്റ്റർ യൂസഫ് അലി, അദ്ദേഹം എത്രമാത്രം ട്രെയിനിങ് അറ്റൻഡ് ചെയ്തിട്ട് എത്രമാത്രം സെൽഫ് കറക്ഷൻസ് നടത്തിയിട്ടുണ്ടെന്നുള്ളത്.
കറക്റ്റ്. അത് തുടക്കം മുതൽ ഇങ്ങോട്ട് നോക്കിയാൽ അവരുടെ ശബ്ദം, അവരുടെ വാക്കുകളിലുള്ള വ്യത്യാസം, അവർ പൊതുവേദികളിൽ സംസാരിക്കുന്നതിൻ്റെ വ്യത്യാസം, അതിലുണ്ടാകുന്ന സ്നേഹം, ദീനാനുകമ്പ, ഇതൊക്കെ ടോട്ടാലിറ്റിയിൽ വരുമല്ലോ. ഈ അടുത്തിടെ പിന്നെ ഒരു ബിസിനസ്മാൻ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ വാട്സപ്പ് റെക്കോർഡിംഗ് മോഡലിൽ ഇട്ടേക്കുക. അപ്പോൾ ഞാൻ അതൊക്കെ ഓഫ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, എന്താ ഇതൊക്കെ ചെയ്തതെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറയുന്നത് കേൾക്കാൻ വേണ്ടിയിട്ടല്ല, പുള്ളി പറയുന്നതിനകത്ത് എന്തെങ്കിലും എഡിറ്റ് ചെയ്യണോ എന്ന് പുള്ളി സ്റ്റാഫിനെ ഏൽപ്പിച്ചേക്കുക. സ്വന്തം നിരീക്ഷിക്കുകയാണ്. അത് പുള്ളി വീണ്ടും കേൾക്കത്തില്ല. പക്ഷെ പദങ്ങൾ ഉപയോഗിച്ചത് പോലും ശരിയാണോ എന്നെല്ലാം അവിടെ നിന്ന് കമന്റ് കിട്ടും. സെൽഫ് കറക്ഷൻ. പ്രസംഗിക്കുന്ന ആൾക്കാരോട് പലപ്പോഴും പറയുന്നത് നമ്മുടെ സ്വന്തം പ്രസംഗം നമ്മൾ യൂട്യൂബിൽ നിന്നൊക്കെ എടുത്താണേലും കേൾക്കണം. അപ്പോൾ നമുക്ക് അതിനെ എത്രമാത്രം മെച്ചപ്പെടുത്താൻ പറ്റും എന്ന് പറഞ്ഞാൽ പരിശീലനം ഇല്ലാതെ വേറൊന്നും വേണ്ടല്ലോ. പരിശീലനം ഇല്ലാതെ ആർക്ക് പൈലറ്റ് ആകാൻ പറ്റും? ഒരു +2കാരന് പരിശീലനം ഇല്ലാതെ എങ്ങനെ ഡോക്ടറാകാൻ പറ്റും? 5.5 വർഷത്തെ പരിശീലനം കൊണ്ടാണ് ഡോക്ടറാകുന്നത്. ഒരു രംഗത്തും പറ്റില്ല. എയർഫോഴ്സിൽ വരുന്ന ആള് പിന്നെ അതിൽ വരുന്നത് എന്തുകൊണ്ടാണ്? അതുപോലെ തന്നെ നമ്മൾ പിന്നെ നാഷണൽ ഡിഫൻസ് അക്കാഡമിയിൽ ജോയിൻ ചെയ്യുന്നത് അവന് ഈ 4-5 വർഷം കൊണ്ട് അവനൊരു ഫുൾ ഫ്ലെഡ്ജ്ഡ് ഓഫീസറായിട്ട് ഇറങ്ങുകയാണ്. 1000 പേരെ കമാൻഡ് ചെയ്യും. അപ്പോൾ അതിനുള്ള എല്ലാ കഴിവും വെറും 20 വയസ്സുകാരനാണ്, ഇല്ല 21 വയസ്സുകാരനാണ്. 1000 പേരെ ഒറ്റയടിക്ക് കമാൻഡ് ചെയ്യും. വെറുതെ ഒരു പിന്നെ BA-യോ BTech-ഓ കഴിഞ്ഞ IAS എഴുതി പാസ്സായി, ഇല്ല IPS എഴുതി പാസ്സായി വന്നതിന് ശേഷം ഹൈദരാബാദ് നാഷണൽ പോലീസ് അക്കാഡമിയിൽ പഠിച്ചിട്ട് 1 വർഷം കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവൻ 1000 പേരെ കമാൻഡ് ചെയ്യാനുള്ള എല്ലാ കാര്യവും അറിയാം. മുഴുവൻ കാര്യങ്ങളും അവൻ പഠിച്ചിട്ടാണ് ഇറങ്ങുന്നത്. അവൻ ട്രെയിനിങ് ഇല്ലാതെ ഇറങ്ങാൻ പറ്റുമോ? ഒരിക്കലും. അപ്പോൾ ട്രെയിനിങ് വേണ്ട എന്ന് നമുക്ക് ഒപ്പീനിയനായിട്ട് ഇങ്ങനെ പറയാം. ഡോക്ടർ, ഇന്ന് കഴിഞ്ഞ 16 വർഷത്തിനിടയിൽ 10,000-കണക്കിന് ആളുകൾ ഡോക്ടറുടെ ശിഷ്യസമ്പത്തായിട്ട് മലയാളികളായിട്ടുള്ള ആളുകൾ എടുത്താൽ തന്നെ ഉണ്ട്. ഈ ആളുകളിൽ വിവിധ വിഷയങ്ങളിൽ ഡോക്ടർ മനഃശക്തി കൊണ്ട് വിജയം നേടുന്ന പഠിപ്പിക്കുന്നുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട ഒരു ബ്രാഞ്ചാണ് മനഃശക്തി കൊണ്ട് ബിസിനസ് വിജയം നേടിയെടുക്കുക എന്നുള്ളത്. അപ്പോൾ അതിനകത്ത് തന്നെ ഞാൻ കാണുന്ന സമയത്ത് തന്നെ, നമ്മൾ തുടങ്ങുന്ന സമയത്ത് തന്നെ 1000 കോടീശ്വരന്മാരെ കേരളത്തിൽ സൃഷ്ടിക്കുക എന്നൊരു മഹത്തായ ലക്ഷ്യം. അത് എന്തിനാണെന്ന് ഞാൻ ചോദിച്ചപ്പോൾ വ്യക്തിപരമായിട്ട് എന്നോട് പലപ്പോഴും പറഞ്ഞിട്ടുള്ളത്, നല്ലവന് നല്ല ധനം എത്രയോ നന്മ എന്ന ഖുറാനിലെ വാക്ക് ഉച്ചരിച്ചുകൊണ്ടാണ്, എടുത്ത് പ്രയോഗിച്ചുകൊണ്ടാണ് പറഞ്ഞത്. ആ നല്ല ധനം ഉണ്ടാക്കിയിട്ട് അത് സമൂഹത്തിന് മുഴുവൻ നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കുക എന്ന വലിയൊരു പ്രോസസ്സിൽ ഞാൻ തന്നെ നോക്കി കണ്ടിട്ടുണ്ട്. 100 കണക്കിന് കോടീശ്വരന്മാർ ഡോക്ടറുടെ ശിഷ്യന്മാരായിട്ട് ഡോക്ടറുടെ ഈ പാഠ്യവിഷയങ്ങളിൽ പങ്കെടുത്ത് പിന്നീട് ആയിത്തീർന്നവരുണ്ട്. ഇനിയും ആ പ്രോസസ്സ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആ ഒരു പ്രോസസ്സ് ഡോക്ടർ എന്താണ് ലക്ഷ്യമിടുന്നത്? എത്രത്തോളം വലിയ ഒരു സ്വപ്നമാണ് കേരളത്തെ സംബന്ധിച്ച് ഡോക്ടർക്കുള്ളത്? ബില്യണയർ മൈൻഡ് സെറ്റ് എന്ന് പറയുന്ന പ്രോഗ്രാമിന് വേണ്ടി ഒരു സിലബസൊക്കെ ഉണ്ടാക്കി ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യുന്നതൊക്കെ ആദ്യം ശരിക്കും പറഞ്ഞാൽ 20 പേരുമായിട്ടാണ് ഫസ്റ്റ് ടൈം ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്തത്. എനിക്ക് തോന്നുന്നു ഞാനും ഉണ്ടായിരുന്നു ആ ട്രെയിനിങ്. ആദ്യത്തിനകത്തില്ല. അതെ, ആ തൊട്ടടുത്ത ആദ്യത്തെ ഫസ്റ്റ് ഇതിനകത്തില്ല. അപ്പോൾ ഈ ബില്യണയർ എന്നുള്ള സംഭവത്തിന് ഞാൻ കൊടുത്ത നിർവചനം, ഇന്ത്യൻ റുപ്പീസിൽ 100 കോടി അസറ്റ് ഉണ്ടാവും. അസറ്റ് ഉള്ള ആളാകണം. അപ്പം അന്ന് അവർ പഠിച്ചിറങ്ങി. പിന്നീട് അതിനെ ആ സിലബസിനെ പല പ്രാവശ്യം പരിഷ്കരിച്ച് ശുദ്ധി ചെയ്ത് വീണ്ടും 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 ഇറക്കി. 2 വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും BMSൻ്റെ ലെവൽ 2 ഇറക്കി. അപ്പോൾ ആദ്യത്തിൽ നിന്ന് ടോട്ടലി ഡിഫറെൻ്റാണ്. ഒരു ബേസ്, ഒരു ബിസിനസ് തുടങ്ങുകയാണെങ്കിൽ അതിൻ്റെ ബേസ് ആയിട്ടുള്ളതെല്ലാം തുടങ്ങിയത് ഇതിലാണ്. പിന്നെ രണ്ടാമതായിട്ട് നമ്മൾ പിന്നെ ഓൾറെഡി റിസീവ് ചെയ്ത വെൽത്തിനെ അതിനെ പെട്ടെന്ന് മൾട്ടിപ്ലൈ ചെയ്യാനായിട്ട്, കാരണം ഈ വെൽത്ത് ഉണ്ടാക്കുന്നതിനകത്ത് ഈ ഒരു റോക്കറ്റ് മുകളിലേക്ക് പോകുന്ന പോലെ ആദ്യത്തെ ഫസ്റ്റ് ഇത് തറയിൽ നിന്ന് ജസ്റ്റ് ടേക്ക് ഓഫ് ചെയ്യാനായിട്ട് അത്രയും ഹ്യൂജ് ഇന്ധനം വേണം. മനസ്സിലായി. ആദ്യം പോകാനായിട്ട് ഭൂമിയുടെ ആകർഷണത്തെ ഭേദിച്ചുകൊണ്ട് പോകാനായിട്ട് എന്ന് പറഞ്ഞ പോലെ 1 കോടി ഉണ്ടാക്കാനായിരിക്കും അവർക്ക് ഏറ്റവും കൂടുതൽ വർഷം. ഈ 1 കോടി ഉണ്ടാക്കിയ ആൾ അതേ എഫർട്ട് കൊണ്ട് അയാൾക്ക് പിന്നെ അടുത്തത് 10 കോടിയിലോട്ട് പോകാം. സെയിം എഫർട്ട് മതി. ഈ 1 കോടി ഉണ്ടാക്കിയ എഫർട്ടിന് അത്രയും തന്നെ വേണ്ട ഈ 10 കോടി എത്തിയ ആളിന് 50 കോടിയിലേക്ക് പോകാൻ. ഓക്കെ, അപ്പം ഈ 50 കോടിയിലെത്തിയ ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ ആദ്യത്തെ 1 കോടി ഉണ്ടാക്കാനായിട്ട് എടുത്ത ആ എഫർട്ടിൻ്റെ പകുതി മതി 100 കോടിയിലേക്ക് ചെല്ലാം. അടുത്ത 100 കോടിയിലേക്ക് എത്താം. അതെ, ഇപ്പം തന്നെ നമുക്കൊരു 600 പേർക്ക് മുകളിൽ ഈ ആദ്യം മുതൽ തുടങ്ങിയ ആൾക്കാർ പിന്നെ ഇങ്ങനെ പോരുവാണല്ലോ.
അപ്പം അവർക്ക് എന്തെല്ലാം വേണം അവർക്ക് വേണ്ടി ഞാൻ പഠിച്ചിട്ട് ഇങ്ങനെ പഠിപ്പിക്കുക. അപ്പോൾ 10 ലെവൽ വരെ എത്തി. അപ്പോൾ ഇപ്പോൾ 10 ലെവൽ BMS ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ലെവൽ 2-ൽ ഇതിങ്ങനെ വർദ്ധിപ്പിക്കാനുള്ള എങ്ങനെയാണ് ഒരിക്കൽ നമ്മൾ 1 CR എങ്കിലും ആവുകയാണെങ്കിൽ അടുത്തതിലേക്ക് പോകാനായിട്ട്. പിന്നെ ലെവൽ 3 വന്നപ്പോഴത്തേക്ക് ഒരു കമ്പനി എങ്ങനെയാണ് നമുക്ക് മാനേജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു CEO ആയിട്ട് ഇരിക്കണമെങ്കിൽ നമ്മൾ പഠിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അത് മുഴുവനും നമ്മൾ ലെവൽ 3-ൽ ഉൾപ്പെടുത്തി. ലെവൽ 4-ൽ പോയപ്പോൾ നമ്മൾ എന്തെല്ലാം സബ്ജക്റ്റ് പഠിച്ചാലും പൈസ ഉണ്ടാക്കിയാലും ഒക്കെ അത് നമ്മളുടെ ഒരു ഒരാത്മീയതയായിട്ട് എങ്ങനെ കണക്ട് ചെയ്യാം, സമ്പത്തുണ്ടാക്കുന്ന ഒരു ആത്മീയ ജോലിയായിട്ട് എങ്ങനെ കണക്ട് ചെയ്യാം, സ്പിരിച്വാലിറ്റിയുടെ അതെ സ്പിരിച്വാലിറ്റി, അതാണ് ലെവൽ 4 സോൾ മാസ്റ്ററി എന്ന് പറയുന്നത്. അപ്പം നമ്മൾ പണം ഉണ്ടാക്കുന്നത് നന്മയുള്ള പണം ഉണ്ടാക്കി അതൊരു നന്മ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ആയിരിക്കണം.